What's up guys, ശ്രീ ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആൻഡ് ബ്യൂട്ടിഫുൾ അല്ല കേട്ടോ, ഭയങ്കര കെമിക്കലിഷ്മാണ്, കൊള്ളില്ല. പക്ഷെ അതല്ല നമ്മൾ പറയാൻ വന്നേക്കുന്നത്. നമ്മളിവിടെ പറയാൻ വന്നേക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ദിസ് ഗൈ. ഇവനാണ് വിവോ X300 അൾട്രാ കൊമ്പൻ കൊടുകൂറ്റം വീരത് പടയിൽ എന്തൊക്കെ വേണം പറയാം. ഗൈസ് 1,00,000 രൂപയ്ക്ക് മേളിലോട്ടുള്ള ഫോണുകളിൽ ചില ഫോണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പറയാം, 1,00,000 രൂപയ്ക്ക് നിങ്ങൾ ഏത് ഫോൺ വാങ്ങിച്ചാലും അല്ലെങ്കിൽ അതിന് മേളിലോട്ട് ഏത് ഫോൺ വാങ്ങിച്ചാലും ഏറെക്കുറെ നിങ്ങൾക്ക് കിട്ടാൻ പോണ വാല്യൂ ചെറിയ രീതിക്ക് വ്യത്യാസം വരും. 1,50,000 രൂപയ്ക്ക് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പച്ചയ്ക്ക് ചോദിച്ചാൽ ഒരു ഫോണും വാല്യൂ ഫോൺ കൂടിയില്ല. പക്ഷെ എന്നാൽ ഒരു നീഷ് ഡെമോഗ്രഫി, നീഷ് ഓഡിയൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോണാണ് ദിസ് ഈസ് ദ X300 അൾട്രാ. പക്ഷേ ഞാൻ അതിലുപരി ഇത് വാങ്ങിക്കണ്ട എന്നുള്ള റീസൺസ് ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് X300 പ്രോയാണ്. നമുക്ക് ഫോണിനെ കുറിച്ച് ആദ്യമേ പറയാം. എന്ത് പറയണ്ട, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് കിഡിലും അലുമിനിയം ബോഡി കൺസ്ട്രക്ഷനും കാര്യങ്ങളും. ഞാൻ ഇച്ചിരി ലോങ് ടേം ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ബോഡി ഭയങ്കര പ്രീമിയം ഫീലാണ്. കയ്യിലൊക്കെ ഇരുന്നാലും അതിൻ്റെ റെക്കഗ്നൈസബിൾ പാറ്റേൺ ഉണ്ട്, എല്ലാവർക്കും തിരിച്ചറിയാനൊക്കെ പറ്റുന്ന ഒരു സാധനം ഉണ്ട്. ഭയങ്കര ലുക്കാണ്. വലിയ ക്യാമറ മോഡ്യൂൾ, അതിൻ്റെ ഉപരി തന്നെ നല്ല ഡ്യൂറബിൾ ആണ്. IP68, 69 ഡ്യൂറബിലിറ്റി ഉണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അലുമിനിയം ഫ്രെയിമും അത്യാവശ്യം ഗുഡ് ക്വാളിറ്റി ഗ്ലാസ് ആണ് വിവോ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഗ്ലാസിനെ കുറിച്ച് ഞാൻ അങ്ങനെ എടുത്തൊന്നും പറയില്ല, പക്ഷേ യൂസേഴ്സ് എല്ലാം പറയുന്നു കേസും ടെമ്പേർഡും ഒക്കെ ഇട്ട് കൊണ്ട് നടക്കുമ്പോൾ 2, 3, 4 തവണയൊന്നും പറയണമായിരുന്നു പോലായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബിൽഡ് ആയിട്ടുള്ള ഫോണാണ്, അതിനൊന്നും ഒരു തർക്കമില്ല. ഈ ആദ്യത്തെ ഏറ്റവും പവർഫുൾ സാധനത്തിലേക്ക് വന്ന ഇതിൻ്റെ പ്രോസസ്സർ എങ്ങനെയാണെന്ന് വെച്ചാൽ 8 Elite Gen 5 ഡിമെൻസിറ്റി അല്ല ഇവർ പോയേക്കുന്നത്. 8 Elite Gen 5 സൂപ്പർ. ഡിമെൻസിറ്റി ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലവരെയൊക്കെ തെറ്റിദ്ധാരണയാണ് ഡിമെൻസിറ്റിയുടെ ടോപ്പ് പെർഫോമിംഗ് പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ കൂടെ പിടിക്കത്തില്ല എന്ന്. ഗൈസ് അത് രണ്ടും ട്യൂൺ ചെയ്തേക്കുന്നതല്ല, അവരുടെ ഫിലോസഫി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഡിമെൻസിറ്റി അവരുടെ പെർസ്പെക്റ്റീവിൽ അടിപൊളിയാണ്. സിംഗിൾ കോറിനെ തൂക്കൂല സ്നാപ്ഡ്രാഗൻ്റെ. അത് നമ്മൾ അതിന് വലിയ ഡിബേറ്റ് അതിനകത്തോട്ട് പോകണ്ട. നമുക്ക് ഇതിവിടെ പറഞ്ഞാൽ അടിപൊളി പ്രോസസ്സറാണ്. Adreno 840 GPU, ഡേ ടു ഡേ ഗെയിമിങ്, എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഗൈസ് ഇതിനേക്കാട്ടിയും ബെറ്റർ ഫോണുകൾ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാംസങ്ങിൻ്റെ ഉണ്ട്, പിന്നെ ഐഫോണിൻ്റെ ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് ടോപ്പ് ലീഗ് അല്ലെ ടിയറിനകത്ത് വരുന്നൊരു പെർഫോമൻസ് ടോപ്പ് ടിയർ. റാം UFS 4.1 ആണ്. UFS 4.x എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നതിനെക്കാട്ടി നല്ലത് UFS 4.1 ആണ്. UFS 4.x എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നുമില്ല, 4.0 തന്നെയാണ്. 4.0 എന്ന് കൊടുക്കാനുള്ള മടി കൊണ്ട് വലിയ കമ്പനിക്കാർ ലക്ഷങ്ങളുള്ള ഫോണിൽ 4.x എന്ന് കൊടുക്കും. ഇത് 4.1 ആണ്. ഗൈസ് 4.2 ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. മാർക്കറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞത്. UFS സ്റ്റോറേജ് എല്ലാം ഫാസ്റ്റ് ആണ്. ഗെയിമിംഗ് ആയുള്ള ഡേ ടു ഡേ ടാസ്ക് ആയിക്കോട്ടെ, എന്ത് രീതിയിൽ നിങ്ങൾ പുഷ് ചെയ്താലും ഈ ഫോൺ വിൽ സർവൈവ് എന്നല്ല, ഈ ഫോൺ വിൽ എക്സൽ അറ്റ് പെർഫോമൻസ് ബെഞ്ച് മാർക്കിംഗ്, ഗീക്ക് ബെഞ്ചിങ് രീതികളിൽ. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുക വേണ്ട. വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക വേണ്ടെന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് ഫോർ 1 ഡേ, ഒരു ദിവസത്തേക്ക് ഉറപ്പായിട്ട് കിട്ടും. 6600 mAh ബാറ്ററി ലൈഫ് കിട്ടുന്നത്. 2-3 ദിവസം ഒന്നും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. ഗൈസ് ഈ ക്യാമറ മോഡ്യൂളുണ്ട്, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ തന്നെ ഒരു പകുതി ക്യാമറയുടെ അത്ര ബാറ്ററി വേണം. വലിയ ക്യാമറ മോഡ്യൂളാണ്. ബാറ്ററി ലൈഫൊക്കെ സൂപ്പറായിട്ട് നിൽക്കും. വലിയ ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഇത്രയും അൾട്രാ ഡിസ്പ്ലേകളിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ പിക്സൽ ഡെൻസിറ്റി ഉള്ള ഡിസ്പ്ലേ ഉള്ളതാ. 510 PPI ഉണ്ട്. ഗൈസ് ഡിസ്പ്ലേ സ്പെക്കിനെ കുറിച്ചൊന്നും പറയാത്തത്, നമ്മുടെ ചാനലിൽ ഒരു ഇൻഡെപ്ത് റിവ്യൂ ഉണ്ട്, അതിനകത്ത് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, സ്പെക്കും കാര്യങ്ങളും എല്ലാം. ഇത് ആ ഒരു മൂഡിൽ പോകാതെ ഞാനിത് വാല്യൂ അല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു സ്പെസിഫിക് ജോൺറ ആൾക്കാർക്ക് ഇത് വാല്യൂ ആണ്. അത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഹീറ്റിംഗ് ഒന്നും അങ്ങനെയില്ല. നല്ല കൂളിംഗ് ചേമ്പറും നല്ല തെർമൽസും ആണ്. സ്നാപ്ഡ്രാഗൻ്റെയും ഡിമെൻസിറ്റീൻ്റെയും ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിമെൻസിറ്റി ഇച്ചിരിയുടെ ഹീറ്റിംഗ് ഉണ്ട്. സ്നാപ്ഡ്രാഗൺ ഹീറ്റിംഗ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ വേപ്പർ ചേമ്പർ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ടോപ്പ് ടിയർ. ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ, പ്രീമിയം ഫോൺ, ഇത്രയും പുഷ് ചെയ്ത ഹീറ്റാവും, അല്ലെങ്കിൽ 3/4 മണിക്കൂർ ക്യാമറ വെച്ച് ഹീറ്റാവും, അതൊന്നും അല്ല ഞാൻ പറയുന്നില്ല ഹീറ്റ് ആവുന്നില്ല. അത് വാം ആവും, പക്ഷെ നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അലുമിനിയം ഫ്രെയിമൊക്കെ ആണെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ നല്ലതാണ്. പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് അത്ര ബെസ്റ്റ് അല്ല എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ ഹീറ്റിംഗ് ഒരു കൺസേൺ അല്ല. വേറെ അടുത്ത സ്റ്റാൻഡ് പോയിന്റിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ആൻഡ് യൂസിബിലിറ്റി. ഗൈസ് ചാനൽ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഹൈപ്പ് ചെയ്താൽ ഒന്ന് കയറിപ്പോകും. അതുകൊണ്ട് ഇതുപോലത്തെ നല്ല നല്ല ആരും ചെയ്യാത്ത കോണ്ടന്റും വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. സൂപ്പർ. വിവോയുടെ ഒറിജിനോയ്സ് എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ പറയണേ, സൂപ്പറാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര ഡോണ്ട് ഫിക്സ് ഇറ്റ് എയിൻ ബ്രോക്ക് എന്നുള്ള ഫിലോസഫി ഫോളോ ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വർക്കിംഗ് ആണ്. എല്ലാം ഓടും, എല്ലാ ഗസ്റ്റേഴ്സും ഉണ്ട്, എല്ലാ രീതിയിലുള്ള കുടച്ചക്കുറവും മുന്നറപ്പും എല്ലാം ഉണ്ട്.
പക്ഷേ എസ്തെറ്റിക്കലി ചിലവർക്ക് എന്നെ കണക്കുള്ള ചിലവർ ഗൂഗിളിൻ്റെ പിക്സലും സാംസങ്ങിൻ്റെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അത് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ യൂസ് ആവും ഗൈസ്. എനിക്കറിയാം വിവോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സോഫ്റ്റ്വെയർ മാത്രം പേടിച്ച് പോയി സാംസങ് എടുക്കുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അങ്ങനൊന്നും പേടിക്കണ്ട, വിവോ തന്നെ എടുത്തു. ക്യാമറ സൂപ്പർമസി, സോഫ്റ്റ്വെയറിൻ്റെ ഭയങ്കര ഡൗൺഫോൾ ഒന്നുമല്ല. ജസ്റ്റ് എനിക്ക് പറയാനുള്ള ഇറ്റ് വർക്ക്സ് ആൻഡ് നിങ്ങൾ കുറച്ചുകൾ ഉപയോഗിച്ചാൽ അത് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആവും. ഗൈസ്, നിങ്ങളൊരു വിവോ യൂസർ ആണെങ്കിൽ താഴെ പറ ശരിക്കും സോഫ്റ്റ്വെയർ എന്ത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, എസ്പെഷ്യലി ഈ പ്രീമിയം ഫോണിനകത്ത് ആഡ്സും ബ്ലോട്ട്വെയർ ഒന്നും ഇല്ലാത്ത. റിലയബിലിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവോയുടെ സർവീസ് സെൻ്ററാണ്. ഐഫോൺ ആണെങ്കിൽ ചെന്നാൽ നമ്മൾ ആട്ടും തുപ്പൊന്നും പറയത്തൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസ് സെൻ്ററൊക്കെയാണ്. കുഴപ്പമില്ല, വെരി ഗുഡ്. എന്നാൽ അത്ര കിടിലം ആണെന്ന് എനിക്ക് പറയാം. മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ്. പക്ഷേ കേരളത്തിൽ എല്ലാ മുക്കും മൂലയിലോട്ട് ഫോൺ ഡാമേജ് ഒന്നുമില്ല. നിങ്ങൾക്ക് വാറണ്ടി, ബിൽ ബോക്സ്, പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ വിവോ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നാണ് പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ഞാൻ മെയിൻ ആസ്പെക്റ്റിലേക്ക് പറഞ്ഞുതരാം ഈ ക്യാമറ. ഞാൻ എൻ്റെ സത്യസന്ധമായ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ്റെ കേസ് ഞാൻ പറയാൻ പോകുന്നത്, ഈ ക്യാമറ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ എവർ യൂസ്ഡ് ഇൻ എ സ്മാർട്ട് ഫോൺ. അതിനൊരു തർക്കമില്ല. ഫോട്ടോ എടുക്കാൻ ദി ബെസ്റ്റ്, വീഡിയോ എടുക്കാൻ സെക്കൻഡ് ബെസ്റ്റ്, ഫസ്റ്റ് ഐഫോൺ ആണെങ്കിൽ സെക്കൻഡ്. ഫോട്ടോ എടുക്കാൻ ദി ബെസ്റ്റ്, ഫോട്ടോയ്ക്ക് ഫസ്റ്റ് റാങ്കിങ് ഞാൻ കൊടുക്കും, വീഡിയോയ്ക്ക് സെക്കൻഡ് റാങ്കിങ് ഇവന് കൊടുക്കും. പക്ഷേ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ആൻഡ്രോയിഡുകളിൽ നിങ്ങൾ ഈ ഫോണിൽ ഫോട്ടോഗ്രാഫി മാത്രമാണെങ്കിൽ ശരിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതും X300 പ്രോയും നമ്മൾ യൂസ് ചെയ്താൽ വലിയ വ്യത്യാസം അറിയത്തില്ല. വലിയ വ്യത്യാസം അറിയത്തില്ലെന്നല്ല, സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റൂ. ഗൈസ്, ഇത് എൻ്റെ വാക്കാണ്. X300 പ്രോ, X300 അൾട്രയും തമ്മിൽ ഉപയോഗിച്ചിട്ടുള്ളപ്പം ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ മതി. സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് വ്യത്യാസം അറിയാം. ഇല്ലാതെ നിങ്ങൾ തൂക്കാൻ പോകുന്നില്ല. പ്രോസസ്സിങ് ഏറെക്കുറെ സിമിലർ ആണ്, സ്കിൻ ടോൺ ഏറെക്കുറെ സിമിലർ ആണ്, ഒപ്റ്റിക്കലി വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ സെൻസറും ലെൻസ് കോൺഫിഗറേഷനും ഒക്കെ വെച്ച്. പക്ഷേ വിവോസ് ട്യൂണിങ് സോ ഗുഡ്, അത് അടിപൊളിയാണ്. അതുകൊണ്ട് വിവോ ചെയ്യാൻ പോകുന്നൊരു തെറ്റത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പം X300 പ്രോ കടയിൽ കിട്ടാനില്ല. ഇവർ X300 അൾട്ര പുഷ് ചെയ്യാൻ പോകുക നമ്മുടെ മാർക്കറ്റിൽ, കിട്ടാനില്ല. അതുകൊണ്ട് നിൽക്കാൻ കയ്യളപ്പുറത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന സ്പെസിഫിക് ജോൺറേ വരുമല്ല. X300 പ്രോ എടുക്കണോ അൾട്ര എടുക്കണമെന്ന് ചോദിച്ചാൽ ക്യാമറയാണ് മെയിൻ കൺസേൺ. X300 പ്രോ ധൈര്യമായിട്ട് പോയി എടുക്കാം എന്നേ ഞാൻ പറയുള്ളൂ. വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, വീഡിയോഗ്രാഫി X300 പ്രോയിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണ്. ഗൈസ്, ഞാൻ സാംസങ്ങിൻ്റെ ബെഞ്ച് മാർക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി വിവോയ്ക്ക് തന്നെ കൊടുത്തേക്കണം. അല്ല, സാംസങ്ങിലെ ആൻഡ്രോയിഡിന്, സാംസങ്ങും പിക്സലും അതേപോലെ ഒപ്പോ ഒന്നും ഞാൻ കമ്പയർ ചെയ്യുന്ന പോലും ഇല്ല. ഒപ്പോ വരും കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഡിവൈസസ് അങ്ങനെ കിട്ടാത്തില്ലാത്തതുകൊണ്ടാണ് കമ്പയർ ചെയ്യാത്തത്. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ടോപ്പ് ടിയർ ഓഫ് വീഡിയോഗ്രാഫീൻ്റെ ആൻഡ്രോയിഡ് ഇവൻ്റെ ആണ്. ഇതിൻ്റെ സിനിമാറ്റിക് ക്യാമറ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ സെറ്റാണ്. ഗൈസ്, പ്രൊഫഷണലി വീഡിയോ എടുക്കുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ അവർ വേറൊരു കാര്യം പറയും. ആപ്പിളിൻ്റെ ലോഗിനെക്കാട്ടിയും വീലോഗ് ഇട്ട് വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ അറിയാം. വിവോയുടെ ഫുട്ടേജസ് ക്യാപ്ചേർഡ് ചെയ്ത് ഭയങ്കര അടിപൊളിയായി വർക്ക് ചെയ്യുന്ന ഞാൻ പറയണം. ലോഗ് എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രസ്ഡ് വീഡിയോ ഫോർമാറ്റ്സ്, പ്രൊഫഷണൽ വീഡിയോഗ്രാഫിക്കും പ്രൊഫഷണൽ എഡിറ്റേഴ്സും കളറിസ്റ്റിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. വീലോഗ് ഞാൻ ഇതുവരെ വീലോഗ് പേഴ്സണലി അങ്ങനെ ഉപയോഗിച്ചില്ല, പക്ഷേ ഭയങ്കര ഗുഡ് റെപ്യൂട്ടേഷൻ ഞാൻ വീലോഗിനെ പറ്റി കേട്ടിട്ടുള്ളത്. വീഡിയോ സൈഡിലാണല്ലോ ഒപ്റ്റിക്കലി സൂപ്പർബാണ്, ഫോട്ടോ സൈഡിലാണല്ലോ ഒപ്റ്റിക്കലി സൂപ്പർബാണ്. ഇനി ഞാൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചാൽ 95% ആൾക്കാരുടെ അടുത്തും അൾട്ര എടുക്കാൻ ഫണ്ട് ഉണ്ടെങ്കിൽ പോയി പ്രോ എടുക്ക്, കാശ് ലാഭിക്കാൻ ഞാൻ പറയും. സത്യസന്ധമായി ഞാൻ പറയാം. എന്നിട്ട് മറ്റേ 5% ഏതാണെന്ന് വെച്ചാൽ, പ്രൊഫഷണലായിട്ട് ഫോട്ടോയോ വീഡിയോ എടുത്ത് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല വീഡിയോ ക്യാമറയും വേണം, നല്ല ഫോട്ടോ ക്യാമറയും വേണം. പക്ഷെ ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ വേണമെന്നുള്ളവർക്ക് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യൂ. എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രൈഡ് ഗ്രൂം ഷൂട്ട്, ബേബി ജെൻഡർ റിവീൽ ഷൂട്ട്, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അതിനൊക്കെ ഇപ്പോൾ ഫോൺ ക്യാമറാസ് വെച്ച് പയ്യന്മാരൊക്കെ പോയി കവർ ചെയ്ത് കൊടുക്കാവുള്ളൂ 1000-1500 രൂപയ്ക്കൊക്കെ. അങ്ങനെയുള്ള ഒരു ഡെമോഗ്രഫിയിൽ നിങ്ങൾ വരുമെങ്കിൽ നിങ്ങൾക്ക് X300 അൾട്ര ഫിക്സ് ആണ്. നിങ്ങൾക്കൊരു സെക്കൻഡ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനോ സെക്കൻഡ് വീഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനോ ഒക്കെ. അല്ലാതെ 95% ആൾക്കാർക്ക് ഞാൻ പറയാൻ പോവാ, നിങ്ങൾക്ക് ഇതിൻ്റെയും പ്രോയിൻ്റെയും വ്യത്യാസം സ്ലൈറ്റ്ലിയേ അറിയൂ. സത്യം പറയാം, ഒപ്റ്റിക്കലിയൊക്കെ വ്യത്യാസം ഉണ്ടോ ഇല്ല ഒന്നും ഞാൻ തർക്കം പറയാം. പക്ഷെ പ്രോ ഇസ് സോ ഗുഡ്. അൾട്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോ അടുത്തെത്തുന്നുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. സോ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കും. നിങ്ങൾക്ക് പ്രോയും അൾട്രയും ഡിസ്കൗണ്ടഡ് റേറ്റ്സിനകത്ത് എവിടെ കിട്ടുന്നത്? ഇപ്പോൾ ഓപ്പൺ ബോക്സും സീൽ കട്ട് പീസസും ഒക്കെ ABC മൊബൈൽസിൽ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അവർ നമ്പർ താഴെ കൊടുത്തേക്കാം. അൾട്ര ആണല്ലോ പ്രോ എടുത്താലും അവിടെ കിട്ടും. പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞല്ല, അൾട്ര പ്രോയിനെക്കാട്ടി ഒരിക്കലും ബെറ്റർ ഫോണാണെന്ന് കാര്യം പറയുന്നത്, ബെറ്റർ ക്യാമറ സിസ്റ്റം ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള പ്രൈസ് ക്യാപ്പിൽ ആ
എക്സ്ട്രാ വില കൊടുത്ത് ഇത് എടുക്കാനുണ്ടെങ്കിൽ വാല്യൂ പെർസ്പെക്റ്റീവിൽ ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ബെറ്റർ ഫോൺ ഡെഫിനറ്റ്ലി അൾട്രയാണ്. കാശുണ്ട് ഇത് പോയി എടുക്കാൻ എൻ്റെ അടുത്ത് ഈ വീഡിയോ കാണുക പോലും വേണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ ആ പ്രൈസ് ഗ്യാപ്പിൽ ഏതിനെ വാല്യൂ നോക്കുമ്പം ഞാൻ പറയും വാല്യൂ നോക്കുന്നുള്ള ഒരാളാണെങ്കിൽ പ്രോ എടുത്താൽ നിങ്ങൾക്ക് കുറച്ച് കാശ് പോക്കിട്ടിരിക്കും, ഇതിൽ നിന്നും മിസ് ചെയ്യാനും പോകുന്നില്ല. അല്ലാതെ എടുത്തോളം കാശുണ്ട് കുന്തളിക്കാനാണെങ്കിൽ ധൈര്യമായിട്ട് ഇത് എടുത്തോ മക്കളെ, സൂപ്പർ സാധനമാണ്. സോ ഗൈസ് ഇറ്റ്സ് ശ്രീ ഹിയർ, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടോക്ക് ടു ഗൈസ് ലേറ്റർ.